Hey, Elon, let the cabinet speak just for a second. Anybody unhappy can say it. If you are, we'll throw him out of here. Is anybody unhappy? ഇലോൺ മസ്കിന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും അതൃപ്തിയുണ്ടോ? ട്രംപിന്റെ ചോദ്യം കേട്ട് ആദ്യ ക്യാബിനറ്റ് മീറ്റിംഗിൽ വകുപ്പ് മേധാവികൾക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും ചിരിയടക്കാനായില്ല. ഓവൽ ഓഫീസിൽ പൊട്ടിച്ചിരികളും കരഘോഷങ്ങളും പരന്നു. പ്രസിഡന്റിനെ എല്ലാവരും നന്നായങ്ങ് പ്രോത്സാഹിപ്പിച്ചപ്പോൾ അതാ വരുന്നു അടുത്ത കമന്റ്. അല്ല, ഇനി ആർക്കെങ്കിലും അതൃപ്തിയുണ്ടെങ്കിൽ അയാളെ ഇവിടെ നിന്ന് പുറത്താക്കാം. വീണ്ടും പൊട്ടിച്ചിരികൾ, കരഘോഷം. ട്രംപ് 3 മീറ്ററെങ്കിലും അകലെയുള്ള അവസാന നിരയിലെ ആ മൂലയിലേക്ക് നോക്കി. കഥാനായകൻ അവിടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ടെക് സപ്പോർട്ട് എന്ന് നെഞ്ചത്ത് വലിയ അക്ഷരത്തിൽ എഴുതിയ ആ കറുത്ത ടീഷർട്ടും കോട്ടും പിന്നെ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ തൊപ്പിയും. 2 വാക്ക് പറയാൻ ക്ഷണിച്ചതാണ് പ്രസിഡന്റ്. പക്ഷേ കുറച്ചധികം പറഞ്ഞിട്ടാണ് മസ്ക് ഇരുന്നത്. ഒരുപക്ഷെ ക്യാബിനറ്റ് മീറ്റിംഗിൽ പ്രസിഡന്റ് കഴിഞ്ഞാൽ മറ്റാരെക്കാളും സംസാരിക്കാനുണ്ടായിരുന്നത് അയാൾക്കാണ്. മസ്കിനെ പുറത്താക്കണോ എന്ന് ട്രംപ് തമാശ രൂപേണ ചോദിച്ചതാണെങ്കിലും ആ വിഷയം തന്നെയാണ് അമേരിക്കയിൽ നിലവിൽ പുകയുന്നത്. ക്യാബിനറ്റ് മീറ്റിംഗ് തുടങ്ങുന്നതിനു മുമ്പ് തന്നെ മസ്കിന്റെ കാര്യത്തിൽ അപ്പീലെടുക്കാനും ട്രംപ് മറന്നിരുന്നില്ല. എല്ലാ ക്യാബിനറ്റ് അംഗങ്ങളും ഇലോണിൽ അതീവ സന്തുഷ്ടരാണ്. മന്ത്രിസഭാ യോഗത്തിൽ മാധ്യമങ്ങൾക്കത് കാണാം എന്നായിരുന്നു ട്രംപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. എല്ലാം നല്ല രീതിക്കാണ് മുന്നോട്ടു പോകുന്നതെന്ന് വരുത്തി തീർക്കുകയാണെങ്കിലും ചിലത് ചീഞ്ഞു നാറുന്നുണ്ടെന്ന് ട്രംപിന് തന്നെ നന്നായി അറിയാം. ഡോജിന്റെ പ്രവൃത്തികൾ പുകഴ്ത്തി മസ്കിന്റെയും ടീമിന്റെയും ത്യാഗവും കഠിനാധ്വാനവും എടുത്തു പറഞ്ഞാണ് പ്രസിഡന്റ് മസ്കിനെ സംസാരിക്കാൻ ക്ഷണിച്ചത്. ക്യാബിനറ്റ് അംഗങ്ങൾ പരസ്പരം നോക്കുന്നതും ചിലരുടെ മുഖത്ത് അസ്വാരസ്യം പ്രകടമാകുന്നതും ഈ സമയത്ത് കാണാം. So I'm going to ask if it's possible to have Elon get up first and talk about Doge because it seems to be of great interest to everyone. I will say that there is a large group of people in this country that have such admiration for what we're doing. I got elected with a tremendous vote, winning every swing state, winning the popular vote, winning the counties by thousands of counties. I think it was 2,800 to 500. 2,800 counties to 500 counties. Think of that. And so we have a mandate to do this, and this is part of the reason I got elected. I got elected based on taxes and based on many things in the border, but also based on balancing budgets and getting our country back into shape, and this is a big part of it. So Elon, if you could get up and explain where you are, how you're doing, and how much we're cutting, and it's an honor to have you. He's been a tremendously successful guy. He's really working so hard, and he's got businesses to run, and in many ways they say, how do you do this? And you know, he's sacrificing a lot and getting a lot of praise, I'll tell you, but he's also getting hit, and we would expect that, and that's the way it works. So I'd like to have Elon Musk please say a few words. ട്രംപിന്റെ പുകഴ്ത്തൽ കേട്ട് എഴുന്നേറ്റ് നിന്ന മസ്ക് അതിവിനയത്തോടെ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു എളിയ ടെക് സപ്പോർട്ട് മാത്രമാണ് താൻ നൽകുന്നതെന്നാണ്. ശതകോടീശ്വരന്റെ എളിമ കണ്ട് ചില ക്യാബിനറ്റ് സെക്രട്ടറിമാർ ചിരിച്ചു, ചിലർ ചിരിച്ചതായി നടിച്ചു. പ്രസിഡന്റ് ട്രംപ് അക്ഷരാർത്ഥത്തിൽ എക്കാലത്തെയും മികച്ച ക്യാബിനറ്റ് രൂപീകരിച്ചു. ഇത്രയും കഴിവുള്ള ഒരു ടീം ഇതുവരെ ഉണ്ടായിട്ടില്ല. തിരിച്ചു പുകഴ്ത്താനും മസ്ക് മറന്നില്ല. Thank you, Mr. President. I actually just call myself a humble tech support here because this is actually, as crazy as it sounds, that is almost a literal description of the work that the Doge team is doing, is helping fix the government computer systems. Many of these systems are extremely old. They don't communicate. There are a lot of mistakes in the systems. The software doesn't work. So we are actually tech support. It's ironic, but it's true. The overall goal here with the Doge team is to help address the enormous deficit. We simply cannot sustain as a country $2 trillion deficits. The interest rates, just the interest on the national debt, now exceeds the Defense Department spending. I think the best cabinet ever, literally. So, and I do not give false praise. This is an incredible group of people. I don't think that such a talented team has actually ever been assembled. I think it's literally the best cabinet that the country has ever had, and I think the company should be incredibly appreciative of people in this room.
താൻ ഏറ്റെടുത്ത ദുഷ്കരമായ ജോലിയും അതിനു പുറകിലെ കഠിനാധ്വാനവും ക്യാബിനറ്റ് അംഗങ്ങളെ ബോധ്യപ്പെടുത്തി അവരുടെ അനുകമ്പ പിടിച്ചുപറ്റാനായിരുന്നു പിന്നീട് മസ്കിന്റെ തത്രപ്പാട് മുഴുവൻ. ഡോജിന് പബ്ലിസിറ്റി കിട്ടുന്നുണ്ട്, പക്ഷേ ഒരുപാട് വധഭീഷണികളും വരുന്നുണ്ട്. ചില്ലറ കാര്യമൊന്നുമല്ല ട്രംപ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്നും ഈ ചെലവ് ചുരുക്കൽ ജോലി അതിനിർണായകമാണെന്നും ബോധിപ്പിക്കുകയാണ് മസ്ക്. ഞങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ അമേരിക്ക പാപ്പരാകുമെന്നും മസ്ക് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഡോജിന് ചില കാര്യങ്ങളിൽ തെറ്റുപറ്റിയെന്നും മസ്ക് തുറന്നു സമ്മതിച്ചു. മസ്കിന്റെ സംസാരത്തിനിടെ ഓവൽ ഓഫീസിലെ തലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു. മസ്കിനെയും ട്രംപിനെയും ക്യാബിനറ്റ് അംഗങ്ങൾ മാറി മാറി നോക്കി. തങ്ങളെ ധിക്കരിക്കാൻ ധൈര്യപ്പെടുന്ന ആരെയും ആക്രമിച്ചില്ലാതാക്കാൻ കെൽപ്പുള്ള ശതകോടീശ്വരന്മാരായ ആ രണ്ട് മുതലാളിമാർക്കിടയിൽ നിസ്സഹായരാണവർ. So, for example, with USAID, one of the things we accidentally canceled very briefly was Ebola prevention. I think we all want Ebola prevention. So we restored the Ebola prevention immediately, and there was no interruption. But we do need to move quickly if we're to achieve a $1 trillion deficit reduction in financial year 2026. It requires saving $4 billion per day, every day, from now through the end of September. But we can do it, and we will do it. Thank you. ഫെഡറൽ ഏജൻസികളിലെ ജീവനക്കാർക്ക് മസ്ക് അയച്ച ഒരു ഇമെയിലോടെയാണ് രണ്ടാം ട്രംപ് ഭരണകൂടത്തിലെ അധികാര പോരാട്ടം ചർച്ചയാകുന്നത്. കഴിഞ്ഞ ഒരാഴ്ച എന്ത് ജോലിയാണ് ചെയ്തതെന്ന് വ്യക്തമാക്കണം. അനുസരിച്ചില്ലെങ്കിൽ രാജിവെച്ചതായി കണക്കാക്കുമെന്നായിരുന്നു മസ്കിന്റെ സന്ദേശം. പിന്നാലെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാർഡും FBI ഡയറക്ടർ കാഷ് പട്ടേലുമടക്കം ചില ഏജൻസി തലവന്മാരും ക്യാബിനറ്റ് സെക്രട്ടറിമാരും മസ്കിന്റെ നിർദ്ദേശം അവഗണിച്ചേക്കാനാണ് ജീവനക്കാരോട് പറഞ്ഞത്. എന്നാൽ പ്രസിഡന്റുമായി ചർച്ച നടത്തിയാണ് താൻ ഇമെയിൽ അയച്ചതെന്നാണ് ഇലോൺ മസ്ക് ക്യാബിനറ്റ് മീറ്റിംഗിൽ ഇതേപ്പറ്റി വിശദീകരിച്ചത്. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഒരു ഇമെയിൽ അയച്ചാലോ എന്ന് ഞാൻ ചോദിച്ചു. പ്രസിഡന്റ് അയച്ചോളാൻ പറഞ്ഞു എന്നാണ് മസ്ക് വ്യക്തമാക്കുന്നത്. സർക്കാർ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടാൻ ഡോജ് എഞ്ചിനീയർമാർ ഓട്ടോമേറ്റഡ് റിഡക്ഷൻ ഇൻ ഫോഴ്സ് അഥവാ ഓട്ടോറിഫ് എന്ന പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് US പ്രതിരോധ വകുപ്പ് വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറാണ് ഓട്ടോറിഫ്. ഡോജ് സംഘം AI-യുടെ പിൻബലത്തിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അടുത്ത ഘട്ടത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ കൂടുതൽ പേർക്ക് ജോലി നഷ്ടമാകുമെന്നാണ് ആശങ്ക. എബോള പ്രതിരോധ ഫണ്ട് റദ്ദാക്കിയ ഡോജിന്റെ നടപടിയായിരുന്നു ആദ്യ ക്യാബിനറ്റ് മീറ്റിംഗിൽ മസ്ക് പിന്നീട് ന്യായീകരിച്ചത്. ഞങ്ങൾ എല്ലാം തികഞ്ഞവരൊന്നുമല്ല, തെറ്റുകൾ സംഭവിക്കാം. പക്ഷേ ഒരു തെറ്റ് സംഭവിച്ചാൽ ഞങ്ങളത് വളരെ വേഗത്തിൽ തിരുത്തും. ഉദാഹരണത്തിന് USAIDനൊപ്പം ഞങ്ങൾ ആകസ്മികമായി റദ്ദാക്കിയ കാര്യമാണ് എബോള പ്രതിരോധത്തിനുള്ള സാമ്പത്തിക സഹായം. എന്നാൽ എബോള പ്രതിരോധം അനിവാര്യമാണെന്ന് തോന്നി. ഞങ്ങളത് വളരെ പെട്ടെന്ന് പുനഃസ്ഥാപിച്ചു, ഒരു തടസ്സവുമില്ലാതെ. ചിരിച്ച് വളരെ ലാഘവത്തോടെയാണ് ഡോജ് മേധാവി ആകസ്മികമെന്ന് പറഞ്ഞ് വിഷയം അവസാനിപ്പിക്കുന്നത്. $1 ട്രില്യൺ കമ്മി ഈ സാമ്പത്തിക വർഷത്തോടെ ഇല്ലാതാക്കണമെങ്കിൽ ഇപ്പോൾ മുതൽ സെപ്റ്റംബർ അവസാനം വരെ പ്രതിദിനം $4 ബില്യൺ ലാഭിക്കണം. നമുക്കത് ചെയ്യാൻ കഴിയും, നമ്മൾ അത് ചെയ്യും എന്ന ന്യായീകരണവും മസ്ക് നിരത്തുന്നുണ്ട്. So, for example, with USAID, one of the things we accidentally canceled very briefly was Ebola prevention. I think we all want Ebola prevention. So we restored the Ebola prevention immediately, and there was no interruption. But we do need to move quickly if we're to achieve a $1 trillion deficit reduction in financial year 2026. It requires saving $4 billion per day, every day, from now through the end of September. But we can do it, and we will do it. Thank you. എന്നാൽ മസ്കിന്റെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ചകളാണ് തുറന്നിട്ടത്. ഡോജ് മേധാവിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്തെത്തി. എന്തും തുറന്നു പറയാനുള്ള മസ്കിന്റെ കഴിവും കാര്യങ്ങളുടെ സുതാര്യതയുമാണ് അനുകൂലിക്കുന്നവർക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത്. എന്നാൽ മെഡിക്കൽ എക്സ്പേർട്ടുകളും സന്നദ്ധ പ്രവർത്തകരും US-ന്റെ തീരുമാനമുണ്ടാക്കിയ പ്രത്യാഘാതങ്ങളാണ് പറയുന്നത്. മസ്ക് പറയുന്ന പോലെ എബോള പ്രതിരോധ പരിപാടികൾ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ലെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തൽ. 2025 ജനുവരി 29 ഉഗാണ്ടയിൽ എബോള സ്ഥിരീകരിച്ചു.
സാധാരണ നിലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് US വിദഗ്ധരെ അയക്കുമായിരുന്നു. എന്നാൽ ഇത്തവണ അതുണ്ടായില്ല. കാരണം ഭരണകൂടം അവരെ പോകാൻ അനുവദിച്ചില്ല. ഉഗാണ്ടയിലെ ഉദ്യോഗസ്ഥർ ദിവസങ്ങളോളം വൈറ്റ് ഹൌസുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതികരണമുണ്ടായില്ല. എബോള പ്രതിരോധം കൈകാര്യം ചെയ്യുന്ന US സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അഥവാ CDCയിലെ 100 കണക്കിന് വിദഗ്ധരെയാണ് പിരിച്ചുവിട്ടത്. നന്ദി ഡോജ് എന്നാണ് അമേരിക്കയിൽ എപ്പിഡമിയോളജിസ്റ്റായി പ്രവർത്തിക്കുകയും എബോളയെ അതിജീവിക്കുകയും ചെയ്ത ഡോക്ടർ ക്രെയ്ഗ് സ്പെൻസറുടെ പ്രതികരണം. മസ്ക് ഡോജിന്റെ മുഖം രക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് USAIDൽ എബോള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേരത്തെ നേതൃത്വം നൽകിയിരുന്ന ജെറമി കോനിയൻഡിക്ക് പറയുന്നത്. മസ്ക് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അവർ വിദഗ്ധരെ പിരിച്ചുവിട്ടു, മിക്ക പങ്കാളി സംഘടനകളെയും പാപ്പരാക്കി, ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിൻവാങ്ങി, CDCയെ കുഴക്കി, എന്നിട്ട് രാഷ്ട്രീയമായി മുഖം രക്ഷിക്കാനാണ് ശ്രമമെന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത്. മസ്ക് ഇങ്ങനെ പറഞ്ഞ കാര്യം മാറ്റി പറയുന്നതും തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുന്നതും ഇതാദ്യമായൊന്നുമല്ല. നേരത്തെ ഇതുപോലെ ഓവൽ ഓഫീസിൽ ഉരുണ്ടുകളിച്ചത് ഗസയിലേക്കുള്ള കോണ്ടത്തിന്റെ പേരിലായിരുന്നു. ജോ ബൈഡന്റെ കാലത്ത് ഗസയിലേക്ക് അമേരിക്ക $50 മില്യൺ കോണ്ടം അയച്ചുവെന്ന അവകാശവാദത്തിൽ വിശദീകരണം ചോദിച്ചപ്പോഴായിരുന്നു ഞാൻ പറയുന്നതൊന്നും ശരിയാകണമെന്നില്ല എന്ന വിചിത്രവാദം മസ്ക് ഉന്നയിച്ചത്. ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ തെറ്റായിരിക്കും, അവ തിരുത്തപ്പെടണം. $50 മില്യൺ കോണ്ടം നമ്മൾ എവിടെയെങ്കിലും അയക്കുമെന്ന് എനിക്കുറപ്പില്ല എന്ന് പറഞ്ഞാണ് അന്ന് മസ്ക് കൈമലർത്തിയത്. Serious money. Mr. Musk, you said on X that an example of the fraud that you have cited was $50 million of condoms was sent to Gaza. But after fact-check this, apparently Gaza in Mozambique, and the program was to protect them against HIV. So can you correct the statements? It wasn't sent to Hamas actually. It was sent to Mozambique, which makes sense why condoms was sent there. Yeah. And how can we make sure that all the statements that you said were correct, so we can trust what you say? Well, first of all, some of the things that I say will be incorrect and should be corrected. So nobody's going to bat 1,000. I mean, we will make mistakes, but we'll act quickly to correct any mistakes. I'm not sure we should be sending $50 million worth of condoms to anywhere, frankly. I'm not sure that's something Americans would be really excited about. And that is really an enormous number of condoms, if you think about it. But if it went to Mozambique instead of Gaza, I'm like, okay, that's not as bad, but still, why are we doing that? USൽ മസ്കിന്റെ അപ്രമാദിത്വം ഡെമോക്രാറ്റുകളെ മാത്രമല്ല റിപ്പബ്ലിക്കൻസിനെയും അസ്വസ്ഥരാക്കുകയാണ്. ഡോജിന്റെ പേരിൽ മസ്ക് നടത്തുന്ന കൂട്ട പിരിച്ചുവിടൽ നാടകം തന്നെയാണ് ഏറെ വിമർശിക്കപ്പെടുന്നത്. ട്രംപിന്റെ പിന്തുണ മുതലാക്കി തോന്നുന്നതെല്ലാം ചെയ്തു കൂട്ടുകയും മുടന്തൻ ന്യായങ്ങൾ നിരത്തുകയും കള്ളി വെളിച്ചത്തായാൽ ഉരുണ്ടുകളിക്കുകയും ചെയ്യുകയാണ് മസ്ക്. എന്നാൽ ഞാൻ ഉത്തരവിറക്കും, എല്ലാവരും അനുസരിക്കണമെന്ന് പറഞ്ഞ് ഏകാധിപതി ചമയുന്ന ട്രംപ് എല്ലാത്തിനും പച്ചക്കൊടി കാട്ടി കൂടെയുള്ളിടത്തോളം കാലം ഇതുപോലെ ഓവൽ ഓഫീസിൽ മസ്കിന്റെ പിള്ളേരുകളിയും പ്രഹസനങ്ങളും ഇനിയും കാണേണ്ടി വരും.